കണ്ടെത്താത്തതുകൊണ്ടാണോ കേരളത്തിന് എയിംസ് അനുവദിക്കാത്തത്? മാരാർജി ഭവനിൽ നിന്നും തയ്യാറാക്കുന്ന അപനിർമ്മിത തിരക്കഥ വാർത്താ സമ്മേളനം വിളിച്ച് തട്ടിവിടുന്ന കുട്ടി നേതാക്കൾ മുതൽ കേന്ദ്രമന്ത്രി വരെ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടെന്ന് പോലും ചിന്തിക്കാത്ത NDA സർക്കാരെ കേന്ദ്രം ആവശ്യപ്പെട്ട ഭൂമി സംബന്ധമായ രേഖകൾ സമർപ്പിച്ച കേരളത്തിന് ആ രേഖകൾ പരിശോധിച്ച ശേഷം എയിംസ് അനുവദിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകാൻ ധനമന്ത്രാലയത്തോട് നിർദ്ദേശിച്ചുവെന്ന് 2024 സെപ്റ്റംബർ 17-ന് നിങ്ങൾ കേരളത്തിന് കത്തെഴുതിയത് എന്തിനാണ്? കേരളം ഭൂമി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട ആ ഭൂമി ഏതാണ്? അടുത്ത പ്രഖ്യാപനത്തിൽ കേരളത്തിന് എയിംസ് എന്ന് കത്തയച്ച 2024-ന് ശേഷം ബജറ്റ് 2 കഴിഞ്ഞു. ഉറങ്ങിയെഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന തോന്നലനുസരിച്ച് കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ എയിംസ് പ്രഖ്യാപിക്കുന്ന കേന്ദ്രമന്ത്രിക്ക് പുതുതായി ഒരു വകുപ്പ് കൂടി ഉണ്ടാക്കി കടലാമ പരിചരണത്തിന്റെ ചുമതല കൂടി നൽകണം. കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അതിവേഗ ട്രെയിൻ കാണാമല്ലോ എന്ന് പറഞ്ഞ റെയിൽവേ മന്ത്രി ഇനി മുതൽ ആമകളെ കാണാനായി കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കേരളത്തിലുടനീളം സഞ്ചരിച്ച് ആമകളെ കാണാനുള്ള സൗകര്യത്തിനായെങ്കിലും ഒരു അതിവേഗ റെയിൽ ആകാമായിരുന്നു. കേന്ദ്ര സർക്കാർ അതിവേഗ റെയിലിനെ കുറിച്ച് മിണ്ടിയിട്ടില്ലെങ്കിലും അതിവേഗ റെയിൽ എന്ന പേരിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോയ്ക്ക് മാലയും ഇട്ട് ഭാര്യയെ കൊണ്ട് ഓഫീസും ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിറങ്ങിയ മെട്രോമാൻ അതിവേഗ റെയിലിനെ നാടിന്റെ പൊതുസ്വത്തായാണോ സ്വന്തം കുടുംബ സ്വത്തായാണോ കാണുന്നത്? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. കേരളം ഇന്ത്യയിലല്ലേ? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM-ൽ നിന്നും VPP മുസ്തഫ, P. കൃഷ്ണദാസ് BJP നേതാവ്, സാമ്പത്തിക രംഗത്തെ വിദഗ്ധൻ മോഹൻകുമാർ എന്നിവരാണ്. ആദ്യം ഞാൻ കൃഷ്ണദാസിലേക്ക് പോകുകയാണ്. ശ്രീ കൃഷ്ണദാസ്, തെരഞ്ഞെടുപ്പ് കാല ബജറ്റിലെങ്കിലും കേരളത്തിന് മാത്രമായി ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് കരുതിയിരുന്നത്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ദീർഘകാലങ്ങളായുള്ള ആവശ്യങ്ങളിൽ മുഖം തിരിച്ച ശേഷം എയിംസിനെ കുറിച്ച് തന്നെയാണ് ആദ്യം പറയുന്നത്. എയിംസിന്റെ കാര്യത്തിൽ കേരളത്തിനെതിരെ ഒരു വ്യാജ പ്രചാരണം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മാധ്യമങ്ങളുടെ മുന്നിൽ, സാമൂഹിക മാധ്യമങ്ങളിൽ ഇടുന്ന പോസ്റ്റുകൾ വഴി ഒക്കെ നടത്തുകയാണ്. എന്തിനാണ് എയിംസിന്റെ പേരിൽ ഈ നിലയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സമീപനം BJP വീണ്ടും വീണ്ടും സ്വീകരിക്കുന്നത്? ബഹുമാനപ്പെട്ട അസിത, അങ്ങയുടെ ഇൻട്രൊഡക്ഷൻ വളരെ നന്നായിരുന്നു. അതിൽ വളരെ കൃത്യമായി എയിംസ് കിട്ടുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള സ്ഥലവുമായി ബന്ധപ്പെട്ട് 2024 സംസ്ഥാനത്തിന് കത്തെഴുതി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അതിലെന്തിനാണ് പിന്നെ കത്തെഴുതിയതിനു ശേഷം എയിംസ് അനുവദിക്കാത്തത് എന്നാണല്ലോ അങ്ങ് ചോദിക്കുന്നത്. ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയുണ്ട് എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ പ്രചരണം നടത്തിയത് മാധ്യമപ്രവർത്തക എന്ന നിലക്ക് അങ്ങേക്കും അറിയാമല്ലോ. കേരളത്തിൽ കേരളിന് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്ന് കത്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ് പ്രചരണം നടത്തിയത്. എന്തായിരുന്നു കത്തിൻ്റെ അടിസ്ഥാനം? ബഹുമാനപ്പെട്ട കേരളത്തിലെ സർക്കാർ കേരളയിൽ അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇൻ പ്രിൻസിപ്പൽ പെർമിഷൻ ഉണ്ട് എന്നാണ്. ഒരു സംസ്ഥാന ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പദ്ധതിക്ക്, അത് എയിംസ് മാത്രമല്ല ഏത് പദ്ധതിക്കാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഒരു പ്രോജക്റ്റുമായോ അതല്ലെങ്കിൽ പ്രപ്പോസലുമായോ പോയാൽ ആ പ്രപ്പോസലിന് സ്വാഭാവികമായും അതിൻ്റെ അനുബന്ധ മന്ത്രാലയം നിങ്ങൾക്കത് പരിശോധിച്ച് മുന്നോട്ട് പോകാം, അതല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാം. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ പിന്നീട് അതിൻ്റെ പദ്ധതിക്ക് അനുസൃതമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട്, അതല്ലെങ്കിൽ DPR, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് പദ്ധതിക്കാണോ അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ളതോ മറ്റനുമതികളോ ഒക്കെ ലഭിക്കേണ്ടത്, അതിൻ്റെ സാഹചര്യത്തിലേക്ക് പ്രായോഗികമായി അനുമതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ ആലോചിക്കും. അതാണ് സ്വാഭാവികമായും സർക്കാർ നടപടിക്രമങ്ങളിൽ ഒരു പ്രോജക്റ്റിന് സംഭവിക്കുക. ഇവിടെ സംസ്ഥാന സർക്കാർ തമ്മിലും കേന്ദ്ര സർക്കാർ തമ്മിലും നടന്നിട്ടുള്ള കത്തിടപാടുകളിൽ എയിംസ് അനുവദിച്ചുകൊണ്ട് ഏതെങ്കിലും കത്ത് കിട്ടിയതായി അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എയിംസ് അനുവദിക്കാനുള്ള ഏതെങ്കിലും തടസ്സം കാണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എയിംസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അയച്ച കത്തോ ആ മറുപടിയോ അല്ല എന്റെ ചോദ്യം. പ്രത്യേകിച്ചും ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം എല്ലാ ബജറ്റിലും നമ്മൾ കാലങ്ങളായി കേരളം കാത്തിരിക്കുന്നത് എയിംസ് ആണ് എന്നുള്ളത് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ താങ്കളും പറഞ്ഞു. അതങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, വാർത്താ സമ്മേളനത്തിലും ഉത്തരവാദിത്തപ്പെട്ട BJPയുടെ വാദം പറയാനായി ചാനലുകളിൽ വന്നിരിക്കുന്ന ആളുകൾ ഫേസ്ബുക്കിലൂടെയും ഇന്ന് പറയുകയാണ്
എയിംസിന് വേണ്ടി കേരളം ഭൂമി കണ്ടെത്തിയിട്ടേയില്ല, അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ എയിംസ് പ്രഖ്യാപിക്കാത്തത് എന്ന് പറയുകയാണ്. അതിനുള്ള ഉത്തരമായാണ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷമുള്ള കേന്ദ്രത്തിന്റെ കത്തിനെ ഞാൻ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് അത് ഉറപ്പുണ്ടെങ്കിൽ, BJPക്ക് അത് ഉറപ്പുണ്ടെങ്കിൽ, എന്തിനാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഇപ്പോൾ എയിംസിന്റെ കാര്യത്തിൽ കേരളം ഭൂമി കണ്ടെത്തിയിട്ടേയില്ല എന്നൊരു വ്യാജ പ്രചാരണം നടത്തുന്നത്? എന്റെ ചോദ്യം അതാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? എനിക്ക് ചോദ്യം ക്ലിയറാണ്. എൻ്റെ ഉത്തരം കൂടി ഒന്ന് ക്ലിയർ ആക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ മതി. സംസ്ഥാന ഗവൺമെൻറ് എയിംസ് വരേണ്ടതിൻ്റെ ആവശ്യകതയുള്ള ഒരു സ്ഥലത്തെ സംബന്ധിച്ച് തീരുമാനത്തിലെത്തി ആ സ്ഥലം ഏതാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുമ്പോഴാണ് ഇന്ന ജില്ലയിൽ ഇന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സ്ഥലം കൊടുത്തതായി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. BJP നേതാക്കന്മാരുടെ ശ്രദ്ധയിലും കേരളത്തിൽ വന്നതായി നമുക്കറിയില്ല. ഇനി നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാലോ. ഇതൊരു സംസ്ഥാന ഗവൺമെന്റ് അല്ലേ. നമ്മൾ ചാനൽ ചർച്ചയിൽ നടത്തുന്ന കാര്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ നടത്തുന്ന അപ്പോൾ ഞാൻ പറഞ്ഞ കത്തിലെ വിവരങ്ങൾ താങ്കൾ കോട്ട് ചെയ്തല്ലോ. നോക്കൂ, നിങ്ങൾ പറഞ്ഞ കത്ത് സ്വാഭാവികമായി ഞാൻ പറഞ്ഞത് മാറ്റി നിർത്താം. ശ്രീ കൃഷ്ണകുമാർ, ഞാൻ അല്പം കൂടി ആധികാരികമായ ഒരാളുടെ പ്രതികരണം താങ്കളുടെ മുന്നിലേക്ക് തരാം. നോക്കൂ, ഈ എയിംസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ബജറ്റിന് ശേഷം നടക്കുന്ന പ്രഖ്യാപനങ്ങളിൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിവരം അവർ ഫേസ്ബുക്കിലൂടെ തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു വരി ഇങ്ങനെയാണ്: കേന്ദ്രം ആവശ്യപ്പെട്ട ഭൂമി സംബന്ധമായ രേഖകൾ ഉൾപ്പെടെ കേരളം സമർപ്പിച്ചതിന് ശേഷം കേരളത്തിന് ലഭിച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകാൻ ധനമന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചുവെന്നും അടുത്ത പ്രഖ്യാപനത്തിൽ കേരളത്തിന്റെ എയിംസ് ഉൾപ്പെടും എന്നുമാണ്. അതിലെ രണ്ടാമത്തെ ഭാഗവും വേണമെങ്കിൽ മാറ്റി നിർത്താം. അപ്പോൾ വളരെ ക്ലിയർ ആണല്ലോ. ആരോഗ്യമന്ത്രി 23 മണിക്കൂർ മുൻപ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ ഒരു BJP നേതാക്കളും ചലഞ്ച് ചെയ്തിട്ടില്ല. അതിനർത്ഥം കേരളം ഏറ്റെടുത്ത ഭൂമി പരിശോധിച്ച ശേഷം തന്നെയാണ്, ആ ഭൂമിയുടെ കാര്യത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത് എന്നല്ലേ നമ്മൾ സാധാരണ നിലയിൽ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഞാൻ അസിത പറഞ്ഞ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന ഒരു വിഷയമാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവന്നത്. ഞാൻ ആ കത്തിനെ ഓൺ ചെയ്യുകയോ ഞാൻ ആ കത്തിൻ്റെ വസ്തുതയെ ചോദ്യം ചെയ്യുകയോ അല്ല ചെയ്തത്. ഞാൻ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് അങ്ങ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്നുള്ള നിലക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത്, ഞങ്ങൾ ഇന്ന ജില്ലയിലെ ഇന്ന സ്ഥലം, ഇത്ര ഏക്കർ സ്ഥലം, എയിംസിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, ആ പദ്ധതിയാണ് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്, എന്നിട്ടും ഞങ്ങൾക്ക് എയിംസ് തന്നിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ അതൊന്ന് പുറത്തുവിടട്ടെ. എയിംസിന് ആവശ്യമായിട്ടുള്ള സ്ഥലത്തെ സംബന്ധിച്ചും എയിംസ് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ സംബന്ധിച്ചുമുള്ള രേഖകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കത്ത് പുറത്തുവിട്ട് ഫേസ്ബുക്കിലിട്ടുകൊണ്ട് അതിൻ്റെ സാങ്കത്യത്തെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കേരളം കൊടുത്തിട്ടുള്ള ആ പ്രോജക്റ്റിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിടട്ടെ. എനിക്കും കിട്ടും, മസിദയ്ക്കും കിട്ടുമല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, അതാണ് ഞാൻ പറഞ്ഞത്, ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു കത്തെഴുതുക അല്ലെങ്കിൽ ഞങ്ങളത് പരിഗണിക്കാം എന്ന് പറഞ്ഞൊരു കത്തെഴുതുക എന്നുള്ളത് ഫോർമലായി നടക്കുന്നൊരു പ്രൊസീജിയറാണ്. ഒരു കേന്ദ്ര പദ്ധതിയെ, സംസ്ഥാന പദ്ധതിയെ സംബന്ധിച്ചുള്ള അനുമതിക്ക് ചെല്ലുമ്പോൾ ആ പദ്ധതിയുടെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള അനുമതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതായത് സ്പെസിഫിക് ആയ ഒരു ഭൂമി കേരളം കണ്ടെത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് എയിംസ് വൈകുന്നത് എന്നുള്ളതാണോ താങ്കളുടെ വാദം? അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ആയ ഒരു ഭൂമി കേരളം കണ്ടെത്തി കൊടുക്കാത്തത് കൊണ്ടാണ് എയിംസ് വൈകുന്നതെങ്കിൽ ഇപ്പോൾ താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എയിംസ് പ്രഖ്യാപിച്ചത് എങ്ങനെയാണ്? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയിൽ എയിംസ് പ്രഖ്യാപിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ഈ നടപടിക്രമങ്ങൾ ഈ നേതാക്കൾക്കൊന്നും അറിയില്ലേ? അസിത, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയരുത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ BJPയുടെ അധ്യക്ഷനാണെങ്കിലും കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ആണെങ്കിലും കേരളത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടുള്ള BJP നേതാക്കന്മാരാണെങ്കിലും അവരാരും ഇന്ന സ്ഥലത്ത് ഇന്ന ഏരിയയിലാണ് എയിംസ് വരാൻ പോകുന്നത് എന്നല്ല പറയുന്നത്. അവർ പറയുന്നത് ഇന്ന ജില്ലയിൽ വന്നാൽ നല്ലതാണ്, കോഴിക്കോട് വന്നാൽ നല്ലതാണ്, പാലക്കാട് വന്നാൽ നല്ലതാണ്, ആലപ്പുഴയിൽ വന്നാൽ നല്ലതാണ്, തിരുവനന്തപുരത്ത് വന്നാൽ നല്ലതാണ്. ഈ തരത്തിൽ സ്ഥലം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ സ്ഥലത്ത് വരണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഓരോ ജില്ലക്കാരെ സംബന്ധിച്ച്, ഓരോ സ്ഥലത്ത് പ്രാമുഖ്യം കൽപ്പിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. കേരളത്തിലെ സർക്കാരിന് അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായമുണ്ടോ? കേരളത്തിലെ ഗവൺമെൻറ്റിന്
ഇന്ന ജില്ലയിൽ ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞ്, ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്, താങ്കളുടെ കൈവശത്തിലുള്ള രേഖകൾ, ഈ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള രേഖകൾ ഇതാണ്, ഞങ്ങൾ രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ എന്തിനാണ് പുകമറയിൽ നിർത്തുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിനെ എന്തിനാണ് കുറ്റപ്പെടുത്താനുള്ള പുകമറയിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങൾ അതിന് പകരം ചെയ്യേണ്ടത്, ഞങ്ങൾ ഇന്ന ജില്ലയിലെ ഇന്ന സ്ഥലം കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന സ്ഥലത്ത് പ്രഖ്യാപിക്കണമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രോജക്റ്റ് വർക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥല ലഭ്യത ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് പറയാൻ എന്താ ഇത്ര മടിയുള്ളത് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്, കേരള സർക്കാരിന്? അതല്ലേ ആദ്യം പറയേണ്ടത്. കേൾക്കാമോ? കേൾക്കാം. ശരി, VPP, നമ്മളൊക്കെ സാധാരണ നിലയിൽ എയിംസുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, കോഴിക്കോട് എയിംസിനായി സർക്കാർ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതുമാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷവും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആവർത്തിക്കുന്നത് കേരളം ഭൂമി കണ്ടെത്തിയിട്ടേ ഇല്ല, അതുകൊണ്ടാണ് ഈ നിലയിൽ ഒരു വൈകൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് എയിംസ് വരും എന്ന് കേരളത്തിലെ LDF സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ചിരുന്ന ജനങ്ങളെ നിങ്ങൾ പറ്റിക്കുകയായിരുന്നോ? BJP പറയുന്നതനുസരിച്ച് നിങ്ങൾ അങ്ങനെ ഒരു ഭൂമിയെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർക്കാർ എന്നാണ് കേട്ടോ, സർക്കാർ അങ്ങനെ ഒരു ഭൂമിയെ ഏറ്റെടുത്തിട്ടില്ല എന്നതാണ്. അല്ല, ഈ നുണകൾ പറയുന്നതിനും വ്യാജ പ്രസ്താവനകൾ നടത്തുന്നതിനും ഒരു പ്രയാസവുമില്ലാത്തവരാണ് BJPയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ എന്നുള്ളത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണല്ലോ. അങ്ങനെ ഏത് വിഷയത്തിലായാലും അവർക്ക് പ്രയാസം ഉണ്ടാവാറില്ലല്ലോ. ഇത് കാണേണ്ടത് BJP നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമല്ലല്ലോ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് കേരളത്തിൽ എയിംസിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ ആരംഭിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ 2006-11 കാലത്തെ VS ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ആരംഭിക്കുന്നു. രണ്ടാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് അതിന് അനുകൂലമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നു. അന്ന് കേരളത്തിൽ UDF ഗവൺമെൻറ്റാണ്. VS ഗവൺമെൻറ്റിന് ശേഷം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനുള്ള എയിംസിന് വേണ്ടിയിട്ടുള്ള അനുകൂല നടപടികളിലേക്ക് വരുമ്പോൾ അന്ന് തന്നെ കേന്ദ്ര സർക്കാരിന് അന്നത്തെ UDF ഗവൺമെൻറ് 3 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും അതുപോലെ മെഡിക്കൽ കൗൺസിലിൻ്റെയും ആളുകൾ വന്ന് പരിശോധിച്ചു. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരാണ് അവർ ആ 3 സ്ഥലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തത്, കുറെ കൂടി സ്യൂട്ടബിൾ ആണ്, അനുയോജ്യമാണ് എന്ന് നിർദ്ദേശിച്ചത്. ആ നടപടികൾ തീരുമ്പോഴേക്കും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 2016 പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. മുൻ ഗവൺമെൻറ്റുകളുടെ കാലത്ത് ആരംഭിച്ചിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോഴേക്കും കേന്ദ്രത്തിലും അധികാരം മാറി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വന്നിരുന്നു. നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2016 LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് കത്ത് വന്നു. കേരളത്തിലെ മുൻ സ്റ്റേറ്റ് ഗവൺമെൻറ് അന്ന് പ്രപ്പോസ് ചെയ്ത കിനാനൂരിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞങ്ങൾ ഒരു സംശയവുമില്ലാതെ കേന്ദ്രത്തിന് മറുപടി നൽകി അവിടെ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. കാരണം പുതിയ ഗവൺമെൻറ് മാറിയെങ്കിലും വീണ്ടും സ്ഥലം മാറ്റം പറഞ്ഞാൽ, ജില്ലകൾ മാറാൻ അല്ലെങ്കിൽ ആ സൈറ്റ് മാറാൻ നിർദ്ദേശിച്ചാൽ വീണ്ടും മെഡിക്കൽ കൗൺസിൽ വരണം, വീണ്ടും മറ്റാളുകൾ വരണം, പരിശോധനകൾ നീണ്ടുപോയി കാലതാമസം കേരളത്തിനുണ്ടാകരുത്. അതുകൊണ്ട് മലബാറിൻ്റെ ഒരു പിന്നോക്കാവസ്ഥയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കിനാനൂരിൽ, കോഴിക്കോട് ജില്ലയിലെ കിനാനൂരിൽ, അവിടെ വ്യവസായ വകുപ്പിൻ്റെ കിൻഫ്രയുടെ കയ്യിലുണ്ടായിരുന്ന 150 ഏക്കർ ഭൂമി അവർക്ക് കൈമാറാൻ തീരുമാനിച്ചു. അത് കേന്ദ്രത്തിനെ രേഖാമൂലം അറിയിച്ചു. അവർ വന്ന് പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലം മതിയെന്ന് അവർ ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മന്ത്രിസഭ, ഒന്നാം പിണറായി ഗവൺമെൻറ് തീരുമാനമെടുത്ത് വ്യവസായ വകുപ്പിൻ്റെ കിൻഫ്രയുടെ കയ്യിലുള്ള 150 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഈ എയിംസിന് വേണ്ടി ആരോഗ്യ വകുപ്പിന് കൈമാറാൻ തീരുമാനിച്ചു. ഈ നടപടികളെല്ലാം കേരളത്തിലുള്ളതാണ്, നടന്നതാണ്. കൃഷ്ണദാസിനുൾപ്പെടെ ആർക്കും ലഭിക്കുന്ന രേഖകളാണ്. എന്നിട്ട് കൃഷ്ണദാസ് ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നുവരെ ഒരു ജില്ല പറഞ്ഞിട്ടുണ്ടോ, ഒരു പ്രദേശം വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി കഴിയുന്നത്? അങ്ങനെയൊക്കെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആളുകൾ വന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ആളുകൾ വന്ന് പരിശോധിച്ച്
അങ്ങനെയല്ലേ ആരോഗ്യ മന്ത്രാലയം അത് ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിക്കുന്നത്? ഒരു ജില്ല പറയാത്ത, ഒരു സൈറ്റ് പറയാത്ത, ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാത്ത ഒരു സ്ഥലത്ത് എയിംസ് അനുവദിക്കാം എന്ന് ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയങ്ങൾ അംഗീകാരം കൊടുക്കുമോ? നിങ്ങൾ ആരോടായി പൊട്ടനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? വെറും ശൂന്യതയിൽ ഒരു എയിംസിന് വേണ്ടി ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുക്കുമോ? ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം വന്നത് എന്തുകൊണ്ട്? ആരോഗ്യ മന്ത്രാലയത്തിന്റെ അവർക്ക് ആ സ്ഥലമെല്ലാം അനുയോജ്യമായി. സ്വാഭാവികമായിട്ടും പിന്നെ അതിനുവേണ്ട നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടത് ധനമന്ത്രാലയത്തിൽ നിന്നാണ്. അതിനുള്ള ഫൈനാൻഷ്യൽ സാക്ഷൻ, സാമ്പത്തിക അനുമതി ലഭിക്കണം. അതിനുവേണ്ടി ധനമന്ത്രാലയത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു. ഇതല്ലേ 2024 നിങ്ങളുടെ കേന്ദ്ര സർക്കാർ കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. എന്നിട്ട് കൃഷ്ണദാസ് ഇവിടെ ഈ 2026 പുതിയ ബജറ്റും കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുമ്പോൾ പറയാണ് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഒന്നാ കടലാസുകൾ നന്നായിട്ട് വായിക്കൂ, എന്നിട്ട് നോക്കൂ. അത് വീണ ജോർജ് ഷെയർ ചെയ്തു എന്നുള്ളത് കൊണ്ട് കേരള സർക്കാരിന്റെ കത്തല്ല കൃഷ്ണദാസെ, നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയം അയച്ച കത്ത. അത് വീണ ജോർജ് അവരുടെ FB-യിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളൊക്കെ ഈ വ്യാജ പ്രസ്താവന നടത്തുന്നത് കൊണ്ട് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതല്ലേ അവർ ചെയ്തിരിക്കുന്നത്. അത് വായിച്ചു നോക്കിയാൽ കൃത്യമല്ലേ. നിങ്ങൾ കേരളത്തിൻ്റെ എയിംസിന് വേണ്ടി നോക്കിയിട്ടുള്ള സ്ഥലം, ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള, പ്രപ്പോസ് ചെയ്തിട്ടുള്ള സ്ഥലം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ എയിംസ് ഇൻ പ്രിൻസിപ്പിൾ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അംഗീകരിച്ചിരിക്കുന്നു. ഇനി തുടർ നടപടിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ധനമന്ത്രാലയത്തിന് കൊടുത്തിരിക്കുന്നു. ആ ധനമന്ത്രാലയത്തിന്റെ ആളാണ് നിർമ്മല സീതാരാമൻ. 2024 നിങ്ങളുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്ന കത്തിന് ശേഷം ആ നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയം, നിങ്ങളുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞ ധനമന്ത്രാലയം 2 ബജറ്റുകൾ അവതരിപ്പിച്ചു. 2025 ഫെബ്രുവരിയിലും അവതരിപ്പിച്ചു, 2026 ഫെബ്രുവരിയിലും അവതരിപ്പിച്ചു. എവിടെ എയിംസ്? ഇതല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ അതിനു പകരം കേരളീയരെ പൊട്ടം കളിപ്പിക്കാൻ നോക്കുന്നത് ആരാ? BJPയും BJPയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമല്ലേ. ഇത്രയും സുവ്യക്തമായ ഒരു ഫയൽ നിങ്ങളുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അടുത്തിരിക്കെ കേരളത്തിൽ എയിംസിന് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ കിനാനൂർ പ്രപ്പോസ് ചെയ്യുകയും അത് നിങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിക്കുകയും ചെയ്തിരിക്കെ പിന്നെ എന്തിനാ നിങ്ങൾ തൃശ്ശൂർ വേണം, ആലപ്പുഴ വേണം, തിരുവനന്തപുരം വേണം, ഇവിടെ ഒന്നും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പൊള്ളാച്ചിക്ക് കൊണ്ടുപോകും? എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നെ എന്തിനാ സുരേഷ് ഗോപി പ്രസ്താവന നടത്തിയത്? എയിംസ് വരും ഡാഷ് മോനെ എന്നല്ലേ വിളിച്ചത്? എയിംസ് വരും ഡാഷ് മോനെ എന്ന് വിളിച്ചില്ലേ സുരേഷ് ഗോപി? ഇപ്പൊ കൃഷ്ണദാസ് പറയുന്നതാണ് BJPയുടെ നിലപാടെങ്കിൽ, കേന്ദ്ര സർക്കാരിന്റെ നിലപാടെങ്കിൽ, അന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറയേണ്ടത് എന്താ? തൃശ്ശൂരും ആലപ്പുഴയും തിരുവനന്തപുരം ഒരു സ്ഥലവും ഇവർ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഈ പിണറായി വിജയൻ ഗവൺമെന്റ് എവിടെ വേണമെന്ന് ഉറപ്പിച്ചു പറയുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് തരും? അങ്ങനെ ചോദിച്ചോ? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം സ്വയം അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുകയല്ലേ ചെയ്തത്. അപ്പൊ ഇതല്ലേ നമ്മുടെ മുന്നിലുള്ള വസ്തുത. ഗൗരവമായിട്ട് കാണേണ്ടത് ഒരു എയിംസ് മാത്രമൊന്നും അല്ലല്ലോ. ശരി 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 തീർച്ചയായും ഞാൻ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മോഹൻകുമാർ, ഈ മഴ തോർന്നാലും മരപ്പെയ്ത്ത് തുടരും എന്ന് പറഞ്ഞതുപോലെയാണ് ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും കേരളത്തിൽ തുടരുന്നത്. അതിന് ഏറ്റവും പ്രസക്തമായ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ആ നിലയിൽ വലിയ അവഗണന കേരളം നേരിട്ടു എന്നൊരു വികാരം കൂടി പൊതുവിൽ മലയാളികൾക്കുണ്ട്. പ്രത്യേകിച്ചും നമ്മളൊരു തെരഞ്ഞെടുപ്പ് വർഷം കൂടി ആയതുകൊണ്ട്. മുൻ മാതൃകകൾ അതാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബജറ്റിൽ താങ്കൾക്കും ഓർമ്മയുണ്ടാകുമല്ലോ. പക്ഷേ ആ മാതൃക ഉണ്ടാകും, അത്രയൊന്നും ഉണ്ടായില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നിടത്താണ് ഒന്നുമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. വീണ്ടും അവിടെ എയിംസ് ചർച്ചയാകുകയാണ്, ഹൈസ്പീഡ് റെയിൽ ഉൾപ്പെടെ. അപ്പോൾ ഞാൻ എയിംസിലേക്ക് വീണ്ടും ആ ഫോക്കസ് ഒന്നുകൂടി കൊണ്ടുപോകുകയാണ്. കാരണം ഇന്നലത്തെ ബജറ്റിന് ശേഷം എത്ര വലിയ തോതിലാണ് ഇവിടെ വ്യാജ പ്രചാരണം, ഒരു വ്യാജമായ നെറേറ്റീവ് ഉണ്ടാക്കുന്നത് എന്നത് കൂടിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെയും ഈ നിലയിൽ സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല എയിംസിനായി കേരളം എന്ന് പറയുന്നിടത്തേക്ക് എങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുന്നത് ശ്രീ മോഹൻകുമാർ? അപ്പോൾ ആ നിലയിൽ ഇതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ടാണോ നടക്കുന്നത്? കേരളത്തിൽ ഒന്നും നൽകേണ്ടതില്ല എന്ന തീരുമാനം അത് സ്വാഭാവികമായി ഉണ്ടായതല്ല എന്ന് കരുതണോ? നോക്കൂ, എയിംസിൻ്റെ കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾ തന്നെ അംഗീകരിച്ച് ഇരിക്കുകയാണ്. എയിംസിൻ്റെ ഭൂമി കണ്ടെടുത്തിട്ടുണ്ട്. അവർ ചാനൽ ചർച്ചകളിൽ പല രീതിയിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു വളരെ പരിതാപകരമായൊരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവർക്ക് തന്നെ അറിയാം ഇത് വളരെ അനീതി കേരളത്തോട് കാണിച്ചത് എല്ലാ രീതിയിലും അനീതിയാണെന്ന്
മനസ്സിലാക്കുന്നു എന്നാണ് സാധാരണ കോമൺ സെൻസുള്ള ഒരു പത്രം വായിക്കുകയോ TV കാണുകയോ ഒക്കെ ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നത്. പക്ഷേ ഇതേപോലെ ഒരു കേരളത്തോട് കാണിച്ച അവഗണന ഇപ്പോൾ നമുക്ക് കടലാമയുടെ പാത വൃത്തിയാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത 3 സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി കേരളത്തെ മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ അതിനു വേണ്ട പണം പോലും വെച്ചിട്ടില്ല. ബഡ്ജറ്റിൽ പണമില്ല അതിന്. അപ്പോൾ ആമമുട്ട സംസ്ഥാന സർക്കാർ, കേരളം, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ ആമമുട്ട ചെന്ന് പറക്കി വിറ്റ് ആമയ്ക്ക് സഞ്ചരിക്കാനുള്ള പാത ഒരുക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളെ നെൽകൃഷിക്ക് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്, നാളികേര കർഷകർക്ക് വേണ്ടി പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിന് ബഡ്ജറ്റിൽ ഒരു പൈസ മാറ്റി വെച്ചിട്ടില്ല. ഏറ്റവും പരിതാപകരമായ കാര്യം തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന MG നരേഗയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കാര്യമാണ്. 2026 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസം, ഇതുകൂടാതെ 1000 കോടി രൂപയുടെ 10,000 കോടി രൂപയുടെ കൊടുത്തു തീർക്കാനുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക്. ഈ 3 മാസത്തെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന ഈ 3 മാസങ്ങളാണ് എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും, കേരളത്തിലും ഇന്ത്യയിലുള്ള എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും പരമാവധി മാർച്ച് മുമ്പെയാണ് അവർ 100 ദിവസം തൊഴിൽ ചെയ്യാൻ പ്രാപ്തിയായിട്ടുള്ളവർ കൊടുക്കുന്നത്. അവർക്ക് വേണ്ടി ആകെ മാറ്റിവെച്ചിരിക്കുന്നത് 30,000 കോടി രൂപയാണ്. 88,000 കോടി ഉണ്ടായിരുന്നിടത്ത് 30,000 BBG റാംജി എന്ന് പറയുന്ന പദ്ധതിക്ക് വേറെ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിനെപ്പറ്റി അയഥാർത്ഥ്യമാണ്, അത് നടക്കുമോ നടക്കില്ലേ എന്നും നമുക്കറിയില്ല. അപ്പോൾ എവിടെയാണ് ഇവർ പോകുന്നത്? ഇനി മറ്റൊരു കാര്യം നമുക്ക് പറയേണ്ടത്, കേരളം 22 കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കാര്യക്ഷമമായി GST പിരിച്ചെടുക്കുകയും തനത് ഫണ്ട് നികുതി ഇതര വരുമാനവും പിരിച്ചെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും നന്നായി കാര്യക്ഷമമായി പിരിച്ചെടുക്കുന്ന സംസ്ഥാനമാണ്, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് കേരളം എന്നുള്ളത് റിസർവ് ബാങ്കിൻ്റെ കണക്കുകളും സൂചിപ്പിക്കുന്നു. CAG റിപ്പോർട്ടുകളും അത് അംഗീകരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ ഏറ്റവും നന്നായി എക്സ്പോർട്ട് പ്രിപ്പയർനെസ്സിൽ കേരളം മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. MSMEയുടെ ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. വ്യാവസായിക വികസനത്തിൽ മുന്നിൽ നിൽക്കുന്നു. ധനകാര്യ മാനേജ്മെൻറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. ഇങ്ങനെ ഒരു സംസ്ഥാനം മുന്നിൽ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിൽ നിൽക്കുമ്പോൾ ആ സംസ്ഥാനത്തെ കൂടുതൽ കരുത്താർജിപ്പിക്കാൻ വേണ്ടി എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തത്? അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ 22 ആവശ്യങ്ങളടങ്ങിയ ഒരു നിവേദനം മുന്നോട്ട് വച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1000 കോടി രൂപ ഏറ്റവും കുറഞ്ഞത് കേരളത്തിൽ റബ്ബർ കർഷകർ ഇന്ത്യയിലെ റബ്ബർ ഉൽപ്പാദനത്തിൻ്റെ 70% സംഭാവന ചെയ്യുന്ന, ഏകദേശം ഇപ്പോൾ 65% സംഭാവന ചെയ്യുന്ന കേരളവും ത്രിപുരയും ആസാം 2-3 സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ട്രാറ്റജിക് റാ മെറ്റീരിയലാണ്. ഈ റബ്ബറില്ല എങ്കിൽ കേരളത്തിൽ ഒരു വണ്ടിയും ഓടില്ല. ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് റാ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനത്തിന് 1000 കോടി രൂപ ഈ കർഷകർക്ക് ഉപജീവന മാർഗത്തിനായി അവരുടെ വില പിടിച്ചു നിർത്തുന്നതിനായി കൊടുക്കണം. വളരെ സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിൽ പോലും 600 കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് മാറ്റിവെച്ച് 200 രൂപ ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ച ഒരു സംസ്ഥാനമാണിത് ചോദിക്കുന്നത്. ഒന്നും ചെയ്യാതെയല്ല ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? കഴിഞ്ഞ വർഷം മാത്രം 5,40,000 ടൺ റബ്ബർ ഇറക്കുമതി ചെയ്തു. ആ ഇറക്കുമതി ചെയ്തതിന് ഏറ്റവും കുറഞ്ഞത് 8,000 കോടി രൂപയുടെ കസ്റ്റംസ് തീരുവയായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇറക്കുമതി ചുങ്കമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ 8,000 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റേതാണ്. അതിൽ നിന്നൊരു 1,000 കോടി രൂപ റബ്ബർ കർഷകർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഇന്ത്യയുടെ കയറ്റുമതിയിൽ നിർണായകമായ സ്ഥാനം വഹിക്കുന്ന റബ്ബർ ഗുഡ്സ്, പ്രത്യേകിച്ചും ഓട്ടോമോട്ടീവ് ടയേഴ്സും അതുപോലെ തന്നെ റബ്ബർ ഗുഡ്സും ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഉൽപ്പന്നങ്ങളിലൊന്നാണ്. ആ വിദേശ നാണ്യം നേടിത്തരുന്ന ഉൽപ്പന്നങ്ങളുടെ വേണ്ടി അത് കേരളത്തിൻ്റെ സംഭാവനയാണ്. കേരളം ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൽ നിന്നാണ് ടയർ ഉണ്ടാക്കി കയറ്റി അയക്കുന്നത്. അതിൻ്റെ ഒരു വിഹിതമെങ്കിലും കേരളത്തിന് കൊടുക്കാമായിരുന്നു, കൊടുത്തിട്ടില്ല. സ്പെഷ്യൽ പാക്കേജ് 21,000 കോടി രൂപ ചോദിച്ചു, 1 രൂപ പോലും അതിൻ്റെ പേരിൽ കൊടുത്തിട്ടില്ല.
എല്ലാ രീതിയിലും റെയിൽവേയും മറ്റു കാര്യങ്ങളും വിട്ടാൽ പോലും ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഞാൻ ഒരു കാര്യം കൂടി എന്നെ പറയാൻ അനുവദിക്കുക. നോക്കൂ, അത് ഇത്ര മാത്രമാണ്. എക്കണോമിക് സർവേ കേന്ദ്ര സർക്കാർ ഈ ജനുവരി മാസത്തിൽ 29-ാം തീയതി പ്രസിദ്ധീകരിച്ച എക്കണോമിക് സർവേയിൽ 12ാമത്തെ ചാപ്റ്റർ മുഴുവനും കേരളത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. 12ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് കേരളം നടത്തിയതുപോലെ പങ്കാളിത്തത്തോടു കൂടി ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയ സംസ്ഥാനമില്ല. അവർ ബീഹാറിൽ കൊടുത്ത പദ്ധതിയുടെ പേര് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു നേട്ടവും എടുത്തു കാണിക്കാനില്ല. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും അത് ഇത്തരത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പല പദ്ധതികളോടൊപ്പം ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്, അതിന് ഒരു നേട്ടവും പറയുന്നില്ല. കേരളത്തെക്കുറിച്ചുള്ളതാണ് ആ അധ്യായം മുഴുവനും. കേരളത്തിലെ വാട്ടർ മെട്രോ അതിനെപ്പറ്റി കേന്ദ്ര സർക്കാരിൻ്റെ എക്കണോമിക് സർവേയിൽ വളരെ പ്രശംസനീയമായ രീതിയിൽ എഴുതി വച്ചിട്ടുണ്ട്. കേരളം നേടിയ നേട്ടമാണ്. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ അടുത്ത ഘട്ടം കേരളത്തിന് തന്നെ, ഇന്ത്യക്ക് തന്നെ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച കേരളത്തിന് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? ഇതൊന്നും ചെയ്തിട്ടില്ല എന്നതാണ്. നോക്കൂ, അപ്പോൾ അത്തരം നേട്ടങ്ങൾ ഇങ്ങനെ എക്കണോമിക് സർവേയിൽ എഴുതി വെച്ചാൽ മാത്രം പോരല്ലോ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ എന്ത് കൊടുത്തു എന്നതായിരിക്കണമല്ലോ ബജറ്റ് കഴിയുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഒന്നും കിട്ടിയില്ല കേരളത്തിന് എന്ന പൊതുവികാരം, ആ വികാരത്തിൽ നിൽക്കുന്ന മനുഷ്യരോടാണ് ഈ നിലയിൽ എയിംസിന്റെ ഒക്കെ കാര്യത്തിൽ നിങ്ങൾ നട്ടാൽ കുരുക്കാത്ത നുണ കൂടി പറയുന്നത് കൃഷ്ണദാസ്. അസീത, നമ്മൾക്കൊരു ഈ സാമാന്യ മര്യാദ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഒരു കാര്യത്തിനകത്ത്. നമുക്ക് എത്രത്തോളം കള്ളം പറയാം, എത്ര ലെവൽ വരെ കള്ളം പറയാം? ശ്രീ VPP മുസ്തഫയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം എന്നോട് പറയുകയാണ്, കൃഷ്ണദാസ് നുണ പറയുകയാണ്. എനിക്ക് VPP മുസ്തഫയോട് ഈ ചർച്ചയിൽ ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. അങ്ങയുടെ മന്ത്രിയാണല്ലോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങക്ക് നാളെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ പോയി ചോദിക്കാമല്ലോ, കിണാലൂരിൽ കൊടുത്തിട്ടുള്ള സ്ഥലത്തിൻ്റെ രേഖകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ സജസ്റ്റ് ചെയ്ത സ്ഥലം അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ? എറണാകുളം ജില്ല എന്ന് പറയുന്നുണ്ട്, കോട്ടയം ജില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ പ്രപ്പോസലുകളായി പുറത്തു പറഞ്ഞിരിക്കുന്നത് സ്ഥലങ്ങൾ. നിങ്ങൾക്കറിയാത്ത കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങൾ ഈ തരത്തിലുള്ള നല്ല കള്ളപ്രചരണങ്ങൾ നടത്തുമ്പോൾ ഈ കിണാലൂർ എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കൊടുത്ത കത്തുണ്ടല്ലോ, ബഹുമാനപ്പെട്ട മന്ത്രി അസിത വായിച്ചു കേൾപ്പിച്ച കാര്യം, ഞാനത് ഒന്നും കൂടി വായിക്കാം അസിത. കാരണം അത് വായിക്കുമ്പോൾ, താങ്കൾ വായിക്കുമ്പോൾ അതിനൊരു തെറ്റിദ്ധാരണയുടെ പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതെല്ലാം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്കിനി ആകെ അവിടെ ഡോക്ടർമാരെ നിയമിക്കേണ്ട കാര്യം മാത്രമേ ഇനി പെൻഡിങ് ഉള്ളൂ എന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ പറയുന്നത്. ആ കത്ത് മിനിസ്റ്റർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം മുതൽ ഞാനത് വായിക്കാം. പ്ലീസ് റെഫർ ടു ലെറ്റർ നമ്പർ 51/M/so ഡേറ്റഡ് 17/9/2024 റിഗാർഡിംഗ് സാങ്ഷൻ ഓഫ് ദി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇൻ കേരള. അടുത്ത ഭാഗമാണ് മഞ്ഞ കോട്ടിങ്ങോടുകൂടി മിനിസ്റ്റർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലും താഴെയുള്ളതൊന്നും കൂടി കൊടുക്കാറുന്നില്ലേ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക്? I have had the matter examined and would like to inform you that for establishment of AIIMS in Kerala under so PMSSY, Ministry of Finance, Government of India was requested to convey in principle approval and has been advised to include in the same in the next phase of PMSSY. എന്താണ് ഈ നെക്സ്റ്റ് phase of PMSSY? നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ബജറ്റിൽ എയിംസ് പ്രഖ്യാപിക്കുമെന്ന്? നിങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും നിങ്ങൾ ഈ കൊല്ലം എയിംസ് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഈ കൊല്ലം എയിംസ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ കേരളത്തിൽ എന്തോ വലിയ അപകടം സംഭവിക്കും എന്ന് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ തരത്തിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ഈ ഞാൻ പൂർത്തിയാകട്ടെ ഇടയ്ക്ക് താങ്കൾ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ട് താങ്കളോട് പറഞ്ഞു, ഈ ഇപ്പോൾ എയിംസ് പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ചല്ല എന്റെ ചോദ്യം, അത് വലിയ പ്രശ്നമാണ്, അത് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നതിന് BJP മറുപടി പറയേണ്ടപ്പോൾ തന്നെയാണ് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണമാണ് ഞാൻ ഫോക്കസ് ചെയ്തത്, അതാണ് ചോദ്യം എന്ന് ഞാൻ താങ്കളോട് ആവർത്തിച്ചു. ഇപ്പോൾ ഈ ബജറ്റിൽ എയിംസ് പ്രഖ്യാപിച്ചേ തീരൂ, പ്രഖ്യാപിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല, BJP പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശ്രീ കൃഷ്ണദാസ്, ആ വ്യാജ പ്രചാരണത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഭൂമി കണ്ടെത്തിയിട്ടേ ഇല്ല, ഏറ്റെടുത്തിട്ടേ ഇല്ല എന്നുള്ള പ്രചാരണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്.
ഭൂമി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയുടെ രേഖകൾ പുറത്തുവിടട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക്, കേരളം മാത്രമല്ല രാജ്യത്ത് എവിടെയാണെങ്കിലും എയിംസ് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് 200 ഏക്കറാണ്. ഇനി 250 ഏക്കറില്ലാതെ എയിംസ് അനുവദിച്ച് കിട്ടില്ല. അപ്പോൾ ആ സ്ഥലത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള സ്ഥലം അംഗീകരിച്ച് എയിംസിനുള്ള പ്രിൻസിപ്പൽ അനുമതി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കത്ത് പുറത്തുവിടട്ടെ സംസ്ഥാനം. ഞാനതുകൊണ്ടല്ലേ സൂചിപ്പിച്ചത്, ഒരു സംസ്ഥാന ഗവൺമെൻറ് ഏത് പദ്ധതിയും കേന്ദ്രത്തിന് സമർപ്പിച്ചാൽ ഇൻ പ്രിൻസിപ്പൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ള കത്തയക്കും. അതൊരു ഫോർമൽ പ്രൊസീജിയർ മാത്രമാണ്. അതാണ് കേരളയിലുണ്ടായത്. എന്താ കേരളയിൽ നടക്കാതെ പോയത്? ഇനി ഞാൻ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം അസിത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കളൊന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാവും. കർണാടക സംസ്ഥാനവും കേരള സംസ്ഥാനവും അടുത്ത ഫേസ് എയിംസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ പ്രപ്പോസൽ ലിസ്റ്റിലാണുള്ളത്. 24 എയിംസുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനം നടക്കുന്ന പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന എയിംസുകൾ ഉൾപ്പെടെ 24 കഴിഞ്ഞാൽ 25ാമത്തേത് കർണാടകവും 26ാമത്തേത് കേരളവുമാണ് പ്രപ്പോസൽ ലിസ്റ്റിൽ. താങ്കൾക്ക് പരിശോധിക്കാമല്ലോ. ഭൂമിയുമായി ബന്ധപ്പെട്ട ആ വിഷയം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലേ ഇല്ല എന്നുള്ളതാണോ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞു വരുന്നത്? അങ്ങ് ഒരു മുതിർന്ന BJPയുടെ പ്രവർത്തകനാണല്ലോ. അങ്ങ് ഈ ചർച്ചയിൽ അത് അടിവരയിടുകയാണെങ്കിൽ ഞാനത് വിശ്വസിക്കാം. കേരളം കൊടുത്ത അല്ലെങ്കിൽ കേരളം കണ്ടെത്തിയ കിനാലൂർ എന്ന് പറയുന്ന ഭൂമി നിലവിൽ കേന്ദ്രത്തിന്റെ പരിഗണനയിലേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതുതായി ഒന്ന് കണ്ടെത്തി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണോ താങ്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? കിനാലൂർ എന്നുള്ള സ്ഥലം പറഞ്ഞത് ശ്രീ BPP മുസ്തഫയാണ്. കേന്ദ്ര ഗവൺമെന്റിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പ്രപ്പോസലുകൾ 4 സ്ഥലമാണ്. BPP വെറുതെ ചർച്ചയിൽ വാദത്തിന് വേണ്ടി പറഞ്ഞതല്ല. അദ്ദേഹം അത് കൃത്യമായി വിശദീകരിച്ചല്ലോ, അതിന്റെ നാൾ വഴികൾ ഉൾപ്പെടെ. കൃഷ്ണദാസ്, എന്റെയും നമ്മുടെയൊക്കെ അറിവ് അങ്ങനെ തന്നെയാണ്. ഞാൻ പിന്നെ ആദ്യമേ താങ്കളോട് ഞാനായി തർക്കിക്കേണ്ട എന്ന് കരുതി LDFന്റെ പ്രതിനിധി, CPMന്റെ പ്രതിനിധി എന്ന നിലയിൽ അത് VPPയിലേക്ക് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്റെയും അറിവ് VPP ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. അത് പെട്ടെന്നൊരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതല്ല. നമ്മുടെ ബോധ്യമാണത്. ഈ നിലയിലാണ് സംസ്ഥാനത്ത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് എന്ന ബോധ്യം. ആ ബോധ്യത്തിന്റെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഈ സംസ്ഥാന ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുടെ രേഖകൾ, ആ സ്ഥലങ്ങളുടെ പ്രദേശങ്ങൾ ഇത് ഏതൊക്കെയാണെന്ന് പുറത്തുവിടാൻ എന്താ വലിയ ബുദ്ധിമുട്ടുള്ളത്? കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എയിംസിന് ഞങ്ങൾ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളുടെ രേഖ. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. VPP ആ വിഷയത്തിൽ എന്തോ പറയാനുണ്ട്. താങ്കൾ ഡയറക്റ്റ് ചോദിച്ചതാണല്ലോ. VPP പറഞ്ഞോളൂ. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണല്ലോ കൃഷ്ണദാസ് വീണ്ടും ആവർത്തിക്കുന്നത്. VPP എനിക്ക് ഈ കൃഷ്ണദാസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കർണാടകവും കേരളവും പ്രപ്പോസൽ നിലയിൽ സൗഹൃദം നിലനിർത്തുന്നു. അല്ല, ഞാൻ കൃഷ്ണദാസ് ചേട്ടനോട് വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് പറയേണ്ടി വരികയാണ്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, താങ്കൾ വസ്തുതകൾ അറിഞ്ഞിട്ടും താങ്കൾക്കറിയാം, പക്ഷേ BJPയെ ന്യായീകരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിച്ചിട്ടുള്ള കൊടും അവഗണനയെ മറച്ചുവെക്കാൻ വേണ്ടി താങ്കൾ ബോധപൂർവം വ്യാജ പ്രസ്താവന നടത്തുകയാണ്. താങ്കൾക്കിപ്പോൾ മന്ത്രി വീണ ജോർജ് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിലെ ഈ കാര്യങ്ങൾ സംശയാസ്പദമാണ്. താങ്കൾ അത് ഓൺ ചെയ്യുന്നില്ല. താങ്കൾ ഉപയോഗിച്ച വാക്കതാണ്, ഞാൻ അതിനെ ഓൺ ചെയ്യുന്നില്ല എന്നാണ്. ഇത് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വളരെ ആധികാരികമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു കത്ത് പങ്കുവെച്ചത് താങ്കൾ ഓൺ ചെയ്തില്ല. പക്ഷെ ആ കത്തിലെ മറ്റു വരികൾ താങ്കൾ ഇപ്പോൾ കോട്ട് ചെയ്തു. ഞാൻ അതെല്ലാം വിടുകയാണ് അസിത. 2025 ഒക്ടോബർ 23 മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. ചെറിയ വാർത്തയാണ്. മാതൃഭൂമിയിൽ വന്നതാണ്. 2025 ഒക്ടോബർ 23 കിനാലൂരിൽ 250 ഏക്കർ നീക്കിവെക്കും, 150 ഏക്കർ ഏറ്റെടുത്തു. അങ്ങനെയാണ് കേട്ടോ, 150 ഏക്കർ ഏറ്റെടുത്തു. എയിംസ് സ്വപ്നം മാർച്ചോടെ യാഥാർത്ഥ്യമാകും. എപ്പോഴാണ് മാതൃഭൂമി വാർത്ത വരുന്നത്? 2025 ഒക്ടോബർ 23 എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന മാർച്ച് ഏതാ? ഈ 2026 മാർച്ചാണ്. വാർത്ത ഇതാണ്, തിരുവനന്തപുരത്തേതാണ്. ഒരു പതിറ്റാണ്ടായി മലയാളികൾ സ്വപ്നം കാണുന്ന എയിംസ് അടുത്ത മാർച്ചോടെ എന്ന് പറഞ്ഞാൽ 2026 മാർച്ചോടെ യാഥാർത്ഥ്യമാകും. കേരളത്തിന്റെ ആവശ്യം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന PMSSY അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്താൻ ധനമന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. PMSSYയുടെ ഇപ്പോഴത്തെ ഘട്ടം മാർച്ചോടെ അവസാനിക്കും. 2025 ഒക്ടോബറിൽ പറയുന്നത് ഈ മാർച്ചാണ്, 26 മാർച്ചോടെ അവസാനിക്കും. അടുത്ത ഘട്ടത്തിൽ കേരളത്തിലെ എയിംസ് ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യ അവകാശ പ്രവർത്തകൻ കൂടിയായ
ഡോക്ടർ KV ബാബുവിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നു. നിങ്ങൾ വീണ ജോർജിനെ വിട്ടേക്കുന്നത് അത് കൃഷ്ണദാസിന് രാഷ്ട്രീയമായിട്ട് വിയോജനം ഉണ്ടാകും. പക്ഷെ ഡോക്ടർ KV ബാബു കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം വിവരാവകാശ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം 2025 ഒക്ടോബറിൽ കൊടുത്ത മറുപടിയിൽ പറയുന്നത് PMSSY പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ കിനാനൂരിൽ ഇത് അനുവദിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലപ്പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വരുന്നത് ധനമന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയെന്ന് നിങ്ങളാ പറയുന്നത്. താങ്കൾ പറയുന്ന പോലെ കൃഷ്ണദാസ് താങ്കൾ പറയുന്നത് പോലെ സ്ഥലമേ കേരളം പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കേരളം ഒരൊറ്റ സ്ഥലം എന്നതിൽ ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടുത്ത PMSSY സ്കീമിൽ പെടുത്തി ഇത് ഉൾപ്പെടുത്തും എന്ന് പറയുന്നത്? അപ്പൊ പിന്നെ നിങ്ങൾ വിവരാവകാശ പ്രവർത്തകന്, ഗവൺമെന്റിനെ വിടുന്ന വിവരാവകാശ പ്രവർത്തകന് നിങ്ങൾ കൊടുക്കേണ്ട മറുപടി എന്താ? കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു സ്ഥലം പ്രപ്പോസ് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രപ്പോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിച്ചതേയുള്ളൂ. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ കേരളം 250 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ രേഖകൾ ഹാജരാക്കണം. അങ്ങനെയല്ലല്ലോ വിവരാവകാശ രേഖയിൽ പോലും നിങ്ങൾ കൊടുക്കുന്ന മറുപടി. എന്നിട്ട് മാതൃഭൂമി വാർത്തയിൽ സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് അസിത പറയുന്നത് കിനാനൂർ തന്നെ നേരത്തെ തന്നെ സ്ഥലം ഏറ്റെടുക്കാൻ നടപടികളിലേക്ക് കടന്ന കോഴിക്കോട് ജില്ലയിലെ കിനാനൂരിലാണ് സംസ്ഥാന സർക്കാരിന്റെ പരിഗണന. 2014 മുതൽ ഇക്കാര്യം പലവട്ടം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. കൃഷ്ണദാസേ, മാതൃഭൂമിയിൽ 2025 ഒക്ടോബർ 23 ഒരു വിവരാവകാശ പ്രവർത്തകൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പറയുന്നു 2014 മുതൽ ഇക്കാര്യം പലവട്ടം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നാൾ വഴി തെറ്റാണോ കൃഷ്ണദാസേ? ഞാൻ അവാസ്തവമായിട്ടാണോ പറയുന്നത്? അപ്പോ കാര്യങ്ങൾ ശരിയല്ലാത്ത വിധത്തിൽ ഇവിടെ പറയുന്നത് ആരാ? ഇനി ആ വാർത്തയുടെ തുടർഘട്ടം ഘട്ടം, കിനാനൂരിൽ 250 ഏക്കർ ഭൂമി എയിംസിനായി നീക്കിവെക്കാൻ സംസ്ഥാനം തയ്യാറാണ്. 150 ഏക്കർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, വ്യവസായ വകുപ്പിന്റെ പക്കലുണ്ടായിരുന്നതാണിത്. അത് ഏറ്റെടുത്തു കൊടുത്തു. ബാക്കി 100 ഏക്കർ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. തുടക്കത്തിൽ ഇനിയാണ് കൃഷ്ണദാസ് പറയുന്നിടത്ത് ആ മാതൃഭൂമിയിൽ പറയുന്നു, തുടക്കത്തിൽ കിനാനൂരിനോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ്, കളമശ്ശേരി MCMT എന്നിവയുടെ സ്ഥലങ്ങളും തിരുവനന്തപുരം നെട്ടുകാൽ തേരിയും പരിഗണിച്ചിരുന്നെങ്കിലും കിനാനൂർ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. കൃഷ്ണദാസിന് ഇനി സംശയമുണ്ടോ? ഇതിപ്പം നിങ്ങളുടെ ഈ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചപ്പോ വന്ന വാർത്തയല്ല. ബജറ്റ് ചർച്ചകളൊന്നും നടക്കാത്ത ഘട്ടത്തിൽ 2025 ഒക്ടോബറിൽ മാതൃഭൂമി കേരള സർക്കാരിനെ അല്ല, കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ല, നിങ്ങളുടെ ആരോഗ്യ മന്ത്രാലയം, നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ മന്ത്രാലയം കേരളത്തിൽ ഡോക്ടർ KV ബാബു എന്ന് പറയുന്ന ഒരു വിവരാവകാശ പ്രവർത്തനം കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി കൊടുത്ത വാർത്തയാണ്. ഇനി പറ, കൃത്യമായിട്ട് കിനാനൂർ തന്നെ നിങ്ങൾ പറയുന്ന പോലെ നേരത്തെ 4 സ്ഥലം പറഞ്ഞിരുന്നു. അത് ശരിയാ. ആ പരിശോധനയെല്ലാം കഴിഞ്ഞിട്ടാണ് കിനാനൂർ ഉറപ്പിച്ചിട്ട് 2014 അന്നാരാ UDF ഗവൺമെന്റ് 2014. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ആദ്യം കോഴിക്കോട് ജില്ലയിലെ കിനാനൂർ പറഞ്ഞത്. 2016 ഞങ്ങൾ വന്നപ്പോഴും ഇനി സ്ഥലത്തിന്റെ പേരിൽ തർക്കം മൂത്തിട്ട് ഇതില്ലാതാവരുത്, അതുകൊണ്ട് കിനാനൂർ തന്നെ ഞങ്ങളും തുടർന്നു. ഇങ്ങനെ UDFും LDFും എല്ലാം കേരളത്തിൽ ഉറപ്പിച്ച് കിനാനൂർ പറഞ്ഞിട്ടും എന്തേ തരാത്തത്? അതല്ലേ പ്രശ്നം. ഞാൻ അതിലൊന്ന് ഇടപെടുകയാണ് കൃഷ്ണദാസ്, ഞാൻ അതിലൊന്ന് ഇടപെടുന്നു. ഞാൻ മടങ്ങി വരാം. ശ്രീ കൃഷ്ണദാസ്, നോക്കൂ, ഇപ്പോൾ താങ്കളുടെ വാദം അത് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഭൂമി കണ്ടെത്തിയിട്ടില്ലാത്ത എയിംസിന്റെ പ്രഖ്യാപനം എങ്ങനെ ഉണ്ടാകും ഒരു ബജറ്റിൽ എന്നുള്ളതാണ് ചോദ്യം. ശരി, അത് ആ വാദം മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ നോക്കൂ, അങ്ങനെയാണെങ്കിൽ അനുവദിക്കപ്പെട്ടിട്ടേ ഇല്ലാത്ത ഒരു അതിവേഗ റെയിലിനായി എങ്ങനെയാണ് ഒരാൾ ഓഫീസും തുറന്ന് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയ്ക്ക് മാലയും ഇട്ട് ഭാര്യയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് പ്രവർത്തനം തുടങ്ങുന്നത്? നമ്മളിപ്പോൾ എയിംസിലാണല്ലോ നിൽക്കുന്നത്, റെയിലിലേക്ക് വരാം. ഞാൻ അസിതയുടെ വാട്സപ്പിലേക്ക് അങ്ങ് കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. കാരണം അതിൽ കാണുന്ന ബ്ലൂ ടിക്കാണ്. അതിൽ ഞാൻ കൃത്യമായി ഈ എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്ന വിവരങ്ങൾ ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. 25ാമത്തെയും 26ാമത്തെയും പ്രപ്പോസലായി കർണാടകത്തിൻ്റെതും കേരളത്തിൻ്റെതും കേന്ദ്രം
ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയമുള്ളത് രാജ്യസഭയിൽ 22/7/2025 രാജ്യസഭയിൽ ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസിന് കൊടുത്തിട്ടുള്ള ഉത്തരത്തിൽ തന്നെ താങ്കൾക്ക് അത് കാണാം, ഞാനത് അങ്ങേക്കത് സെപ്പറേറ്റ് ആയിട്ടും അയച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇൻ പ്രിൻസിപ്പിൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട കാരണത്തിൻ്റെ ഒരു കാര്യം അതിൽ പറയുന്നുണ്ട്. അതായത് 4 സ്ഥലങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് പ്രപ്പോസലായി കൊടുത്തിട്ടുള്ളത്. VP മുസ്തഫയ്ക്ക് പരിശോധിക്കാം. അങ്ങയോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത് അങ്ങ് പോയി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രചരണത്തെക്കാൾ അപ്പുറത്ത് രാഷ്ട്രീയ പ്രചരണം നടത്തിക്കോളൂ, അതിലെനിക്ക് വിരോധമില്ല. പക്ഷേ രാഷ്ട്രീയ പ്രചരണത്തെക്കാൾ അപ്പുറത്ത് കുറച്ചുകൂടി വസ്തുതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കണം എന്നതാണ്. ഇത് ഞങ്ങളുടെ BJPയുടെ ഏതെങ്കിലും ആൾക്ക് കൊടുത്ത രാജ്യസഭയിലെ ഉത്തരമല്ല പറയുന്നത്, ജോൺ ബ്രിട്ടാസിന് കൊടുത്തിട്ടുള്ള ഉത്തരത്തെ സംബന്ധിച്ചാണ്. അതിൽ 4 സ്ഥലങ്ങളാണ് പ്രപ്പോസലായിട്ടുള്ളത്. അത് ഈ ഫേസിലില്ല, അതായത് ഇപ്പോഴത്തെ എയിംസ് പ്രഖ്യാപിക്കുന്ന ഫേസിലില്ല എന്ന് പറഞ്ഞാൽ 24 എയിംസുകൾ പ്രഖ്യാപിച്ച 2022 വരെയുള്ള പ്രപ്പോസൽ ലിസ്റ്റിനകത്ത് അതുണ്ടായിരുന്നില്ല. പക്ഷേ അതിന് ശേഷമുള്ള പ്രപ്പോസൽ ലിസ്റ്റിൽ അത് കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് ഫണ്ട് അലോക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് അത് ഈ ഫേസിലില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എയിംസ് ഇല്ല എന്നല്ല, കേരളത്തിന് എയിംസ് കിട്ടും, അത് പ്രപ്പോസൽ ലിസ്റ്റിലാണ്. എയിംസിൻ്റെ പ്രപ്പോസൽ നടക്കുന്നു. അതിന് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് 4 സ്ഥലങ്ങളുടെ പ്രപ്പോസലാണ്. കോട്ടയത്തും എറണാകുളത്തും ജില്ലകൾ പറയുന്നു, തിരുവനന്തപുരത്തെ സ്ഥലം പറയുന്നു, കോഴിക്കോട് അങ്ങ് പറഞ്ഞതുപോലത്തെ കിണാലൂർ എന്ന സ്ഥലം പറയുന്നു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരാൾക്ക് വിവരാവകാശം കൊടുത്തു എന്ന് അങ്ങ് പറയുന്ന വർഷങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ല ഞാൻ പറയുന്നത്. എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ബജറ്റിന് ശേഷമുള്ള BJP നേതാക്കളുടെ പ്രചാരണം. ആ വിഷയത്തിലാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. ശരി, നോക്കൂ ശ്രീ കൃഷ്ണദാസ്, ഓക്കെ, ഞാൻ കണ്ടു, താങ്കൾ എനിക്ക് അയച്ച ഡോക്യുമെന്റ് ഞാൻ കണ്ടു, ഞാനത് വായിക്കുകയും ചെയ്തു. അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാനിപ്പോൾ തന്നെ പൂർത്തിയാക്കാം. അസിതയെ പോലെ കൈരളി ചാനലിൽ ഏറ്റവും കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു അവതാരിക ഈ തരത്തിൽ ജനങ്ങളോട് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയരുത്. രാഷ്ട്രീയം ഒരു ഭാഗത്ത് നിർത്തിക്കോളൂ. രണ്ടാമത്തത്, കേരളത്തിന് എയിംസ് കിട്ടുമെന്ന് തന്നെയാണല്ലോ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പറയുന്നത്. കേരളത്തിലെ BJP നേതൃത്വം അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രപ്പോസലിന് ഏതൊരു പദ്ധതിയെ സംബന്ധിച്ചും 4-5 സ്ഥലങ്ങൾ പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു സ്ഥലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇന്നലെയും ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത്. സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും പരസ്പരം ആലോചിച്ച് ഒരു സ്ഥലത്തിലേക്ക് അത് എത്തണം. ഏത് സ്ഥലത്താണ് വരേണ്ടത്, അതിൻ്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഏതാണ് എന്നതിലേക്ക് എത്തണം. നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് എന്തെങ്കിലും പറയാമെന്നുള്ളതല്ല. അത് കിണാലൂരിൽ തന്നെ വരുമെന്ന് ആരോട് പറഞ്ഞു? അങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടോ? അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് ഒരു സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം ഏറ്റെടുത്തതിൻ്റെ രേഖകൾ പുറത്തു വരട്ടെ. അതല്ലേ ഞാൻ പറഞ്ഞത്. സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു എന്നൊക്കെ VP മുസ്തഫ പറയുന്നത് കേട്ടാൽ അവിടെ എന്തോ പണി തുടങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് തോന്നുമല്ലോ. അങ്ങനെയാണോ? സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും കൂടി പ്രൊജക്റ്റോട് കൂടിയിട്ട് ആ പദ്ധതി നടപ്പാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ കാര്യങ്ങളല്ലേ ജനങ്ങളോട് പറയേണ്ടത്, രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്ത്. ഞാനൊരു രാഷ്ട്രീയം അതിൽ കടത്തുന്നില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അസിതയോട് ചോദിച്ച ചോദ്യം, അതിലേക്ക് ഞാൻ വരികയാണ്. അങ്ങ് ചോദിച്ചത് ഒരു റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫീസ് തുറക്കുന്നതിനെ കുറിച്ചാണല്ലോ. അസിത, ഞാനതിൽ ഒരത്ഭുതവും കാണുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ച എൻ്റെ അറിവനുസരിച്ചിട്ടാണെങ്കിൽ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ ശ്രീധരനുമായി നടത്തിയിട്ടുള്ള ചർച്ചകളുടെ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. കേരളത്തിലെ BJP നേതൃത്വത്തിനും പൂർണ്ണമായി അറിയില്ല, എൻ്റെ അറിവിലറിയില്ല. പക്ഷേ അതേസമയം തന്നെ കേരളത്തിലേക്ക് വേണ്ട ചില പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റെയിൽവേയുടെ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ പ്രപ്പോസലുകൾ ഒരു പക്ഷേ ശ്രീധരനെ പോലെ സമുന്നതനായിട്ടുള്ള രാജ്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു ടെക്നോളജിസ്റ്റ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന, നടപ്പാക്കിയിട്ടുള്ള, കേരളത്തിലെ മെട്രോ റെയിലടക്കം കൃത്യമായി നടപ്പാക്കിയിട്ടുള്ള, ഒരു അഴിമതിയുടെ ലെവലേശം പോലും ഇല്ലാത്ത, ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത എത്രയോ വലിയ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തെ പോലുള്ള ഒരാളോട് ഗവൺമെന്റ് നടത്തുന്ന ഒരു പ്രപ്പോസൽ. അശ്വിനി വൈഷ്ണവ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നല്ലോ. അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ഈ കേരളത്തിന്റെ ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട കാര്യവും ശ്രീധരന്റെ ഈ പ്രപ്പോസലിനെ കുറിച്ചുമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത് ഓൺ ചെയ്തില്ല. ചർച്ചകൾ നടന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ ഓഫീസ് തുറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്ന ഫേസിലേക്ക് അത് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്പം കൂടി വ്യക്തമായി ചോദിച്ചാൽ, ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രപ്പോസൽ പ്രകാരമാണോ ഇപ്പോൾ ശ്രീധരന്റെ ഈ പരിശോധന നടക്കുന്നത്, അതോ ശ്രീധരൻ ഒരു ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായി അങ്ങ് ചെയ്യുന്ന കാര്യമാണോ അത് എന്നുള്ളതാണ് ചോദ്യം.
അസിത, അത് പറയേണ്ട ആൾ ഞാനല്ല, അത് പറയേണ്ടത് ആൾ കേരളത്തിലെ BJP യുമല്ല, അത് പറയേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിനോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രപ്പോസലിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ അതിൽ പ്രശ്നമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെ ലീഡ് ചെയ്യുന്ന BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ട റെയിൽവേ മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തോട് ആ വിഷയം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ആ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ എന്താണ് കരുതേണ്ടത്? അങ്ങനെ ഒരു പ്രപ്പോസൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല, പക്ഷെ ചർച്ചകൾ നടന്നു എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ റെയിൽവേ മന്ത്രി അത് ഓൺ ചെയ്യാത്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇതിനുള്ള പ്രപ്പോസൽ പഠനവുമായി ബന്ധപ്പെട്ട ഒരാൾ ഓഫീസ് തുറക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉത്തരവാദിത്വം BJP-ക്ക് ആ വിഷയത്തിൽ വേണ്ട എന്നതാണോ നിങ്ങൾ കാണുന്നത്? ചോദ്യം നിങ്ങളോടല്ലേ വരുള്ളൂ സ്വാഭാവികമായും, കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ എന്ന നിലയിൽ. ബഹുമാനപ്പെട്ട അസിത, കേരളത്തിലെ BJP നേതൃത്വത്തെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തിലെ നിന്നുള്ള BJP മന്ത്രിമാരെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ BJP പ്രതിനിധികളെ സംബന്ധിച്ച് ഞാൻ അതിൽ ടോട്ടലായിട്ട് എടുക്കാൻ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കേരളത്തിന് അതിവേഗം യാത്ര ചെയ്യാൻ കഴിയുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന റെയിൽ സംവിധാനം വരണം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല പ്രപ്പോസലുകളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നും കേരളത്തിലെ അതിൻ്റെ ടെക്നിക്കൽ നോഹവ് അറിയാവുന്ന ആളുകളിൽ നിന്നൊക്കെ അതിൻ്റെ പ്രപ്പോസലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനതിൽ കുറച്ചുകൂടി അസിതയുടെ അറിവിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, അതിൽ കുറച്ചുകൂടി എനിക്ക് വിശ്വാസമുള്ളത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന ശ്രീ E. ശ്രീധരനെ പോലെയുള്ള ഒരാളെ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് പൂർത്തിയാക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്കതിലുള്ളത്. അതിൽ ഞാൻ കുറച്ചുകൂടി രാഷ്ട്രീയപരമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാഷുടേതാണ്. അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരം പറയുന്നുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാവും. കേരളത്തിന് വേണ്ടത് ഒരു ഹൈസ്പീഡ് റെയിൽ സംവിധാനമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നാലും സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്നാലും ശ്രീധരൻ കൊണ്ടുവന്നാലും ആര് കൊണ്ടുവന്നാലും കേരളത്തിന് പ്രയോജനപ്പെടണം. ആ വാദം തന്നെയാണ് ഞങ്ങൾക്കുമുള്ളത്. അത് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസനത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് പറയണം. അത് നിങ്ങൾ എന്തിനാണ് ശ്രീധരനെ ടാർഗറ്റ് ചെയ്യുന്നത്? അദ്ദേഹം ഒരു പ്രോജക്റ്റിന്റെ പ്രപ്പോസൽ കൊണ്ടുവന്നാൽ എന്തിനാണ് എതിർക്കുന്നത്? അതിന് CPM എതിർത്തിട്ടില്ലല്ലോ, സംസ്ഥാന സെക്രട്ടറി എതിർത്തിട്ടില്ലല്ലോ. കാര്യം കേന്ദ്രമന്ത്രി ഓൺ ചെയ്യാത്തൊരു വിഷയത്തിൽ എങ്ങനെയാണ് ഒരു ഓഫീസ് അതാ ഞാൻ പറഞ്ഞു. അതിന് ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മോഹനകുമാർ, അതൊരു സംശയമായി ഇപ്പോഴും നിലനിൽക്കുന്നു. അതിന് രാഷ്ട്രീയപരമായി CPM എതിർത്തിട്ടില്ല. ഞാൻ വരാം കൃഷ്ണദാസ്. ഞാൻ CPM-ന്റെ ചോദ്യമല്ല ചോദിച്ചത്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ, പൊതുസമൂഹത്തിൽ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ചോദിച്ചത്. CPM-ന്റെ ചോദ്യമല്ലല്ലോ അത്. ശ്രീ മോഹൻകുമാർ, നോക്കൂ, കേരളത്തിന് എയിംസ് വേണം, കേരളത്തിന് അതിവേഗ റെയിൽ വേണം, ഇതൊക്കെ ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾ തരും എന്ന് BJP കാലങ്ങളായി പറയുകയാണ്. പക്ഷേ ഇതൊക്കെ എന്നുള്ളതാണ് പ്രശ്നം. ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്കാണോ ഇനിയും കേരളം സഞ്ചരിക്കേണ്ടത് എന്നിടത്ത് കൂടിയാണ് പ്രശ്നം. അപ്പോൾ എന്നെങ്കിലും തരുന്ന ഈ ദാനത്തിനായി കാത്തിരിക്കേണ്ടവരാണോ കേരളം? തീർച്ചയായിട്ടും അസിത, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പേ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഇവിടെ പറഞ്ഞ കാര്യത്തിനോടൊന്ന് പ്രതികരിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇന്ത്യൻ ഫെഡറൽ ഘടന നിലനിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു റെയിൽവേ മന്ത്രാലയം ചെയ്യുന്നൊരു പ്രവർത്തനം, അതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു വിധത്തിലുള്ള അറിവുമില്ലാതെ ശ്രീമാൻ E. ശ്രീധർ ചെയ്ത എല്ലാ സേവനങ്ങളെയും ആദരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഇത്രയും മുതിർന്ന ഈ മേഖലയിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരാളെന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിനെ കൂടെ വിശ്വാസത്തിലെടുക്കാതെ എങ്ങനെയാണ് ഒരു റെയിൽവേയുടെ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുക? അങ്ങനെ അത് ഒരാൾ ചെയ്താൽ നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ലേ വേണ്ടത്? അത് ചെയ്യാമോ ഒരാളങ്ങനെ? ഇനി ഇപ്പോൾ പോലീസ് സേനയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാൾ അവിടെ റിട്ടയർ ചെയ്തതിന് ശേഷം അടുത്തൊരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് ആ DISP എന്നോ SI എന്നോ ബോർഡും വെച്ച് പോലീസ് സ്റ്റേഷനോ ബോർഡ് വെച്ചിരുന്നാൽ നമ്മളത് പോലീസ് സ്റ്റേഷൻ്റെ എല്ലാവിധമായ നിയമങ്ങളും നടപ്പിലാക്കാൻ അയാൾക്ക് അധികാരം കൊടുക്കുന്നതിന് തുല്യമല്ലേ ഇത്? സംസ്ഥാന സർക്കാർ ഇവിടെ ഇല്ലേ? ഒരു കാര്യം. രണ്ട്, ഈ നേരത്തെ 158 ഏക്കർ ഭൂമി ഏറ്റെടുത്ത കാര്യം കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ഉള്ള എല്ലാ പത്രങ്ങളിലും വന്നതാണ്. അത് മാതൃഭൂമിയിൽ വന്ന് ഇപ്പോൾ ഈ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ബഡ്ജറ്റിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഉള്ളതിൽ മിക്കവാറും എല്ലാ മലയാള പത്രങ്ങളിലും
വന്നതായിരുന്നു. അപ്പോൾ അതൊരു വാസ്തവമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ 7 പുതിയ അതിവേഗ റെയിൽവേ നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ ചർച്ച വളരെ ഗൗരവമായി ഏറ്റെടുത്തിരിക്കുന്ന കേരളത്തിനെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്ത്, അവിടെ ഒരു പേര് പോലും ബഡ്ജറ്റിൽ പറയാത്ത സ്ഥലത്ത് നമ്മുടെ ബഹുമാന്യനായ ശ്രീധർ ഒരു ഓഫീസ് തുറന്നു എന്ന് പറയുന്നത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഇനി മറ്റൊന്ന്, 3 ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. കേരളത്തിനെ തഴഞ്ഞുകൊണ്ടൊരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്ഥാപിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് കേരളത്തിനെ ആയുർവേദ മേഖലയിൽ തഴയാനുള്ള കാരണം? അത് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ റെയിൽവേ, നമ്മുടെ വാട്ടർ ജല യാത്രാ സൗകര്യങ്ങൾ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ എക്കണോമിക് സർവേയിൽ വിവരിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ 20 എണ്ണമാണ് പ്രഖ്യാപിച്ചത്. അതിൽ 1 എണ്ണം പോലും കേരളത്തിന് കൊടുത്തിട്ടില്ല. നോക്കൂ, ഒരു ഏതെങ്കിലും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾ പോലും എന്തിനുകൊണ്ടാണ് ഇത്തരത്തിലൊരു നയം സ്വീകരിച്ചത്? ഞാൻ ഒരു കാര്യം കൂടെ ഈ നമ്മുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ വാട്ടർ മെട്രോ ഏറ്റവും പ്രശംസനീയമാണെന്ന് കണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, എന്നാൽ ഇത് നടപ്പിലാക്കിയ സംസ്ഥാനത്തിൽ ഇതിനെ ഒരു തരത്തിലും വികസിപ്പിക്കാൻ ഉള്ള ഒരു സൗകര്യവും കൊടുത്തിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് കേരളത്തിൽ കർണാടകയിലും കേരളത്തിലും ഏറ്റവും അവസാനമെന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളമാണ്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ എടുത്താൽ അത്തരത്തിൽ ആയുർദൈർഘ്യം കൂടുന്നതനുസരിച്ച് ആളുകളുടെ രോഗാവസ്ഥയും കൂടും. ഇന്ത്യയുടെ മെഡിക്കൽ ക്യാപിറ്റലായി എമർജ് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. റീജിയണൽ ക്യാൻസർ സെൻറ്റർ, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതെല്ലാം മെഡിക്കൽ സെൻ്ററായി എമർജ് ചെയ്തിരുന്നു. ലോകത്തുനിന്ന് പോലും ആയുർവേദ ചികിത്സയ്ക്കായി ആളുകൾ എത്തുന്നത് ഗുജറാത്തിലല്ല. ഗുജറാത്തിലാണ് 3 എണ്ണത്തിൽ 1 എണ്ണം പോയിരിക്കുന്നത്. ഗുജറാത്തിൽ ആരെങ്കിലും ആയുർവേദ ചികിത്സയ്ക്കായി പോകുന്നത് അറിയില്ല. പക്ഷേ അത് വരുന്നത് കേരളത്തിലാണ്. എന്നിട്ട് പോലും അതിൽ 1 എണ്ണം പരിഗണിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ സർ, ക്ലിയർ ആണ്. VPP, ഞാൻ രണ്ടാമത്തെ ഫേസിൽ ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. VPP, കേരളത്തിന് അതിവേഗ റെയിലിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോയി മലയാളികൾക്ക് അതിവേഗ റെയിൽ കാണാമല്ലോ എന്ന് പറയുന്ന ഒരു മന്ത്രി ഈ നാടിനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ എത്ര കാലമായുള്ള ആവശ്യമാണ്? അവസാനം കേരയിൽ എന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നത്തെ പോലും മാറ്റിവെക്കുന്നു സംസ്ഥാന സർക്കാർ. അതിവേഗ റെയിൽ മതി, അതിൽ മറ്റൊരു പ്രപ്പോസൽ ആണെങ്കിൽ ഓക്കെ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രം ഈ നിലയിലുള്ള സമീപനം സ്വീകരിക്കുന്നത് എന്നതുകൂടി ഓർക്കണം VPP. അസിത, ഇതിൽ കാര്യം തോന്നുന്നത് യഥാർത്ഥ വസ്തുത എന്താ? ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ സുഗമമായി നടക്കുന്നുണ്ട്. കേന്ദ്രത്തിലെ സർക്കാരും കേരളത്തിലെ സർക്കാരും, ഏത് പാർട്ടിയുമാകട്ടെ, ആ 2 സർക്കാരുകൾ തമ്മിൽ കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ച് കൃത്യമായ ചർച്ചകൾ, ഇടപെടലുകൾ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ ബന്ധപ്പെട്ട മറ്റു വകുപ്പ് മന്ത്രിമാരെല്ലാം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയെയും അതത് വകുപ്പ് മന്ത്രിമാരെയും കണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിരന്തരം ഇടപെടുന്നുണ്ട്. കേരളത്തിൻ്റെ പ്രതിനിധിയായി ഡൽഹിയിലുള്ള മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ശ്രീ KV തോമസ്, അദ്ദേഹവും ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം പ്രധാനമന്ത്രിയായാലും കേന്ദ്രമന്ത്രിമാരായാലും അവർ ഒരു ഭരണാധിപർ എന്നുള്ള നിലയിൽ പൊതുവെ കേരളത്തിൻ്റെ ആവശ്യങ്ങളോട് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു. എന്നാൽ അത് കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ മിടുക്കുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുത്ത് വരുന്നത് എന്ന് വരുമ്പോൾ കേരളത്തിലെ BJPയിലെ ഒരു വിഭാഗം നേതൃത്വം ഇടപെടുകയാണ്. അവർ ബോധപൂർവം വിവാദമാക്കി മാറ്റി കേരളത്തിലേക്ക് വരേണ്ട അത്തരം പദ്ധതികളെ അട്ടിമറിക്കുകയാണ്. റെയിൽ പദ്ധതി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ആദ്യം ഇതുപോലെ അംഗീകരിച്ചതല്ലേ? അവരുമായിട്ട് കൂടി കേരളം നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലേ DPR തയ്യാറാക്കിയത്?
കൃഷ്ണദാസ് നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണ് സംസ്ഥാനവും കേന്ദ്രവും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തത്വം പ്രസംഗിച്ചല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ പ്രപ്പോസലുകൾ നൽകും DPR. അപ്പോൾ വെറുതെ ഒരു ശൂന്യതയിൽ ഒരു DPR തയ്യാറാക്കില്ലല്ലോ. ഒരു പ്രപ്പോസൽ ആദ്യം സമർപ്പിച്ചു, കേരളത്തിന് ഒരു അതിവേഗ റെയിൽപാത വേണം. അപ്പോൾ നിങ്ങൾ വിശദമായ പ്രപ്പോസൽ നൽകൂ എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് കേരളം DPR തയ്യാറാക്കി നൽകിയപ്പോൾ അത് പരിശോധിച്ച് നിരവധി ക്വറികൾ, വിശദാംശങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെടുന്നു. ഒരു വർഷത്തോളം അത്തരത്തിലുള്ള കത്തിടപാടുകൾ ആ കേരളം നൽകിയ DPRനെ സംബന്ധിച്ച്, കേരളിനെ സംബന്ധിച്ച് അഥവാ സിൽവർ ലൈനിനെ സംബന്ധിച്ച് നടക്കുന്നു. പിന്നീട് എപ്പോഴാ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന് കേരള സർക്കാർ അത് അഭിമാനപൂർവ്വം അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലെ UDFും BJPയും ഒരുമിച്ച് കൈകോർത്ത് ആ പദ്ധതിയെ എതിർത്തു. കേരളത്തിലെ BJPയുടെ ആ രാഷ്ട്രീയ നിലപാട് വന്നപ്പോഴാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ രാഷ്ട്രീയമായി നിലപാട് മാറ്റുന്നത്. അതുവരെ കേന്ദ്രത്തിന്റെ റെയിൽവേ മന്ത്രിയോ ആളുകളോ ഒന്നും കേരളത്തിന്റെ സിൽവർ ലൈൻ പദ്ധതിയെ, കേരള പദ്ധതിയെ ഒരു വാക്കുകൊണ്ടുപോലും വിമർശിച്ചിട്ടില്ല. അവരതിനനുകൂലമായിട്ടാണ് നിന്നത്. BJP രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ എതിർത്തപ്പോഴാണ് കേന്ദ്ര സർക്കാർ ചുവട് മാറ്റുന്നത്. ഇത് തന്നെയാണ് അസിത ഈ കിനാനൂരിലെ, കോഴിക്കോട് ജില്ലയിലെ എയിംസ് പ്രപ്പോസലിനും സംഭവിച്ചിരിക്കുന്നത്. 2025 മാർച്ച് മാസത്തിൽ, മാർച്ച് 25-നോ 26-നോ ആണ് ഡേറ്റ്, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, 2025 മാർച്ച് 25-നോ 26-നോ പ്രൊഫസർ KV തോമസ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി അങ്കിത് മിശ്രയെ കാണുന്നു. അദ്ദേഹവുമായിട്ട് കേരളത്തിന്റെ എയിംസ് പ്രശ്നം സംസാരിക്കുന്നു. കിനാനൂരാണ് കേരള ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്നത് എന്ന കത്ത്, കേരള സർക്കാരിന്റെ കത്ത് ഡോക്ടർ KV തോമസ് അങ്കിത് മിശ്രക്ക്, കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറി അങ്കിത് മിശ്രക്ക് കൈമാറുന്നു. അദ്ദേഹം ആ കത്ത് വായിക്കുന്നു, KV തോമസിന് ഉറപ്പ് കൊടുക്കുന്നു. ഏപ്രിൽ 4-ാം തീയതി ഡേറ്റ് ഉൾപ്പെടെ ഫിക്സ് ചെയ്യുന്നു. 2025 മാർച്ച് 25-ന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ഏപ്രിൽ 4-ാം തീയതി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ സംഘം കിനാനൂർ സന്ദർശിക്കും. അവർ സന്ദർശിച്ചു. എന്നിട്ട് അവർ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സംരക്ഷക് യോജനയിൽപ്പെടുത്തിയിട്ട് അത് അനുവദിക്കാൻ ധനമന്ത്രാലയത്തിന് ശുപാർശ ചെയ്യുന്നു. എന്നാൽ 2025 ജൂലൈയിൽ നേരത്തെ ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് അവതരിപ്പിച്ച സബ്മിഷൻ, അദ്ദേഹം മറുപടി മാത്രമേ ഇവിടെ വായിച്ചുള്ളൂ. എന്താ ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പറഞ്ഞത്? ആ വീഡിയോ കൂടി കേൾക്കാനുള്ള സന്നദ്ധത കൃഷ്ണദാസിനുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം. അത് പാർലമെന്റ് രേഖകളിൽ നിന്ന് ലഭ്യമാണ്, വേണമെങ്കിൽ ഞാൻ കൃഷ്ണദാസിന് അയച്ചു തരാം. ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ, രാജ്യസഭയിൽ പറയുന്നു, കോഴിക്കോട് കിനാനൂരാണ് കേരള സർക്കാർ പ്രപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം ആ കിനാനൂർ മാത്രമേ ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ താങ്കളുടെ ഗവൺമെന്റ് അവിടെ കൊടുത്ത മറുപടിയിൽ ഈ 4 പേരുകൾ ആവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ 4 പേരുകൾ 2025 ആവർത്തിച്ചിട്ടില്ല. കാരണം 2025 മാർച്ചിൽ തന്നെ KV തോമസ് കത്ത് കൊടുക്കുകയും ഏപ്രിൽ 4-ന് നിങ്ങളുടെ സംഘം ഈ 4 സ്ഥലത്തും പോകുന്നില്ല, ഒരൊറ്റ സ്ഥലത്ത് കിനാനൂർ മാത്രം വന്ന് നോക്കുകയും ചെയ്യുന്നു. ഇനി അതൊക്കെ പോകട്ടെ, 2025 സെപ്റ്റംബർ 25-ന് കൃഷ്ണദാസെ, നിങ്ങൾ നോമിനേറ്റ് ചെയ്ത രാജ്യസഭാംഗം PT ഉഷ, അവരിപ്പോ BJPയുടെ മെമ്പർ കൂടിയാണല്ലോ, ആ PT ഉഷ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുക്കുന്നു. ഒന്നല്ല, അവർ ആ മാസത്തിൽ 2-3 കത്തുകൾ PT ഉഷ 2025 സെപ്റ്റംബറിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കൊടുക്കുന്നു. എന്താ? അവരുടെ ജന്മജില്ല കൂടിയായ കോഴിക്കോട് കിനാനൂരിൽ ഈ എയിംസ് സ്ഥാപിക്കണം. കേരള സർക്കാർ അത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അസിത, കൃഷ്ണദാസ് നമ്മളോടെല്ലാം ചോദിക്കുന്നത്, ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ആഫീസിൽ പോയിട്ട് നിങ്ങൾ ഈ കിനാനൂരിന്റെ രേഖ എടുത്തു കൊണ്ടുവരണമെന്ന്. കൃഷ്ണദാസ് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഇപ്പോ ഭർത്താവ് മരിച്ചതിന്റെ ഒരു വിഷമത്തിലായിരിക്കും PT ഉഷ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് PT ഉഷയുടെ ഓഫീസിലേക്ക് ഒന്ന് കൃഷ്ണദാസ് വിളിച്ചു ചോദിച്ചാൽ മതി. PT ഉഷ 2025 സെപ്റ്റംബറിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത കത്തിൽ പറയുന്നു, കോഴിക്കോട് കിനാനൂരിൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. PT ഉഷയുടെ കത്തിലെ വാചകമാ, സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് വാചകം. എന്തിനാ കൃഷ്ണദാസെ പിന്നെയും ഇങ്ങനെ ഈ വ്യാജ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ MP തന്നെ ആവശ്യപ്പെട്ടു. എന്താ പ്രശ്നം? അപ്പോഴാണ് സുരേഷ് ഗോപി തൃശ്ശൂരും ആലപ്പുഴയും തിരുവനന്തപുരവും ഒക്കെ പറയുന്നത്.
സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിസഭയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അത് ഈ കോഴിക്കോടും കിനാലും കേരളത്തിലെ LDF സർക്കാർ പ്രപ്പോസ് ചെയ്തത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് BJPക്ക് താല്പര്യമില്ല. അതാണ് പ്രശ്നം. കേരളത്തിലെ BJPയിലെ സുരേഷ് ഗോപി വിഭാഗത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം, കോഴിക്കോട് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം കേരളത്തിന്റെ എയിംസ് അട്ടിമറിക്കപ്പെടുകയല്ലേ ചെയ്തത്. നിങ്ങളുടെ അടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രാലയം എല്ലാ ഫയലുകളും നീക്കി നിങ്ങളുടെ MP PT ഉഷ ഉൾപ്പെടെ അംഗീകരിച്ച ഒരു സാധനമല്ലേ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ നിലപാടുകൾ വിവേചനം കൊണ്ടല്ലേ കേരളം അവഗണിക്കപ്പെടുന്നത്. തീർച്ചയായും ഞാൻ ഇടപെടുകയാണ്. സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. എന്തായാലും ആരുടെയെങ്കിലും ഒക്കെ രാഷ്ട്രീയ താല്പര്യത്തിന് വിധേയമായാണോ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഇത്തരം പദ്ധതികൾ അത് ഒരു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വളരെ നന്ദി VPP മുസ്തഫ, P കൃഷ്ണദാസ്, ഒപ്പം തന്നെ മോഹൻകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സമയപരിമിതി മൂലം ചർച്ച അവസാനിപ്പിക്കേണ്ടി വരികയാണ്.